ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് അവർ ചാനൽ. നമ്മൾ ഇന്നൊരു സ്കഞ്ചീസാണ് മേക്ക് ചെയ്തെടുക്കുന്നത്. വളരെ സ്റ്റൈലിഷ് ആയിട്ടുള്ളതാണ്, നല്ല ഭംഗിയാണ്. നമ്മളുടെ ചുരിദാറിൻ്റെയൊക്കെ കളറ് കൊണ്ട് ഇങ്ങനെ ചെയ്തെടുക്കാവേ. നമ്മൾ ആദ്യം ഒരു 20 ഇഞ്ച് ലെങ്തുള്ള ഒരു പീസാണ് എടുക്കേണ്ടത്. 4 ഇഞ്ച് വിഡ്ത്തുമാണ് നമ്മളിതിന് കൊടുത്തിരിക്കുന്നത്. രണ്ടായിട്ട് ഫോൾഡ് ചെയ്ത് ഇതിൻ്റെ ആ ഓപ്പൺ ഭാഗം ഒന്ന് ക്ലോസ് ആക്കി കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. അതുപോലെ തന്നെ ഇവിടവും നമ്മൾ ഈ ഒരു 2.5 ഇഞ്ച് വിഡ്ത്തും ഒരു 4 ഇഞ്ച് ലെങ്തുള്ള ഒരു സ്ട്രിപ്പ് കൂടെ എടുക്കുകയാണ് ചെയ്യുന്നത്. ഇതിനെയും നല്ല വശങ്ങൾ തമ്മിൽ വെച്ച് കൊടുത്ത് നമ്മൾ ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് എടുക്കുകയാണ് ചെയ്യേണ്ടത്. നമ്മളിപ്പോൾ ഇങ്ങനെ 2 ടൈംസ് സ്റ്റിച്ച് ചെയ്ത് എടുത്തിരിക്കുകയാണ്. ഇനി നമ്മളിതിനെ ഒന്ന് നല്ല വശം പുറത്ത് വരുന്ന രീതിയിൽ ഇങ്ങനെ തിരിച്ച് എടുക്കുകയാണ് ചെയ്യേണ്ടത്. ഇതെല്ലാം നമ്മൾ നല്ല നീറ്റായിട്ട് ഈ 2 പീസസിനെ ഇതുപോലെ തന്നെ ചെയ്തെടുക്കുകയാണ് ചെയ്യേണ്ടത്. നമ്മളുടെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ട്, സപ്പോർട്ട് ചെയ്യണേ. നമ്മൾ ഈ പീസസിനെ രണ്ടിനെ ഇതുപോലെ തിരിച്ചെടുത്തിരിക്കുകയാണ്. ഇനി നമ്മൾ ഇതിനെ ഇതുപോലെ വെച്ച് കൊടുത്ത് അതിൻ്റെ തയ്യൽ തുമ്പ് ഒരു സൈഡിൽ വന്നാൽ മതിയേ. എന്നിട്ട് നന്നായിട്ട് അയൺ ചെയ്ത് ഇതുപോലെ എടുത്തിരിക്കുകയാണ്. 2 ഈ പീസസും നമ്മൾ ഇതുപോലെ അയൺ ചെയ്ത് നല്ല നീറ്റാക്കി എടുക്കണേ. നമുക്കൊരു ഇൻസ്റ്റയും ഉണ്ട്, ഫേസ്ബുക്കും ഉണ്ട്, അതുകൂടെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. ഇനി നമ്മൾ ഇതിനെ ഇങ്ങനെ നമ്മൾ നല്ല നീറ്റായിട്ട് എടുത്തിരിക്കുകയാണ്, അയൺ ചെയ്തു എടുത്തിരിക്കുകയാണ്. അതിനുശേഷം നമ്മൾ നല്ല വീതിയുള്ള 1 ഇഞ്ചോളം വിഡ്ത്തുള്ള ഇലാസ്റ്റിക്കാണ് എടുക്കേണ്ടത്. 1 ഇഞ്ചോളം വിഡ്ത്ത് എങ്കിലും വേണേ. ആ ഒരു ഇഞ്ചോളം വിഡ്ത്ത് എടുക്കണം. ലെങ്ത് നമ്മൾ 8 ഇഞ്ചാണ് കൊടുത്തിരിക്കുന്നത്. 8 ഇഞ്ച് ലെങ്തും കൊടുത്തു. എന്നിട്ട് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുകയാണ്. ഇനി നമ്മൾ ഇതിൻ്റെ ഉള്ളിലേക്ക് ഈ ഇലാസ്റ്റിക്കിനെ ഇട്ട് കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. തീരെ വിഡ്ത്ത് കുറഞ്ഞ ഇലാസ്റ്റിക് എടുക്കരുത്. ഒരു 3/4 ഇഞ്ചെങ്കിലും ഉള്ള ഇലാസ്റ്റിക് എടുത്തോണം. ഒരു ഇഞ്ച് എടുക്കുന്നില്ല എങ്കിൽ. എന്നിട്ട് നമ്മളിതിനെ അറ്റാച്ച് ചെയ്തു. അതിനുശേഷം ഈ ഭാഗം ഒരു സൈഡ് ഒന്നകത്തേക്ക് മടക്കി കൊടുത്തതിന് ശേഷം ഇതിൻ്റെ ഈ സൈഡുകൾ ഉള്ളിലാക്കി ഇങ്ങനെ നമ്മൾ കൊടുക്കുകയാണ്. എന്നിട്ട് ഇതിൻ്റെ ഈ പുറത്തേക്ക് ഇങ്ങനെ വെച്ചതിന് ശേഷം ഇലാസ്റ്റിക് സഹിതം നമ്മൾ സ്റ്റിച്ച് ചെയ്ത് എടുക്കുകയാണ് ചെയ്യേണ്ടത്. ഇതുപോലെ നമ്മളിപ്പോൾ ഇലാസ്റ്റിക് സഹിതമാണ് സ്റ്റിച്ച് ചെയ്ത് നല്ല നീറ്റായിട്ട് എടുത്തിരിക്കുന്നത്. എന്നിട്ട് നമ്മൾ ഈക്വലാക്കി ഒന്ന് കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. ഇനി നമ്മൾ ഒരു സ്ക്വയറാണ് എടുക്കേണ്ടത്. 14 ഇഞ്ചിൻ്റെ സ്ക്വയറാണ്. 14 ഇഞ്ച് വിഡ്ത്തും 14 ഇഞ്ച് ലെങ്തുമാണ് വേണ്ടത്. അങ്ങനത്തെ 2 പീസസാണ് നമുക്ക് വേണ്ടത്. സ്ക്വയറാണ് വേണ്ടത്, 2 പീസസ് വേണം. 2 കോൺട്രാസ്റ്റ് കളർ കൊടുത്താൽ മതിയേ. ഇനി ഇതിൻ്റെ സൈഡ് നമുക്കൊന്ന് ഉരുക്കി കൊടുക്കുകയോ ഒന്ന് ഇങ്ങനെ മടക്കി സ്റ്റിച്ച് ചെയ്യുകയോ ചെയ്യാവേ. ഇനി ഊർന്ന് പോകാത്ത ക്ലോത്ത് ആണെങ്കിൽ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല, അല്ലെങ്കിൽ ഒന്ന് ഉരുക്കി കൊടുക്കാം. ഇനി കോർണർ ടു കോർണർ ഇതുപോലെ നമ്മൾ വരച്ച് കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. 2 പീസസേലും ഇതുപോലെ വരച്ച് കൊടുക്കാം. ഇങ്ങനെ വരച്ച് കൊടുത്തതിന് ശേഷം ഒരു സൂചിയും നൂലും ഉപയോഗിച്ച് നമ്മൾ ഇതുപോലെ ഇങ്ങനെ ഞൊറിവ് കിട്ടുന്ന രീതിയിൽ ഇതുപോലെ നമ്മൾ ഇട്ട് കൊടുത്താൽ മതിയേ. നമ്മളുടെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യണേ. ഒരു ഇൻസ്റ്റയും ഉണ്ട്, ഫേസ്ബുക്കും ഉണ്ട്, അതുകൂടെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. ഇങ്ങനെ നമ്മൾ ഈ ഭാഗം ഇതുപോലെ നമ്മൾ എടുക്കുകയാണ് ചെയ്യേണ്ടത്. ഇങ്ങനെ എടുത്തതിന് ശേഷം ഇതിനെ നന്നായിട്ട് നമ്മൾ ടൈറ്റായിട്ട് കെട്ടിക്കൊടുക്കണേ. നന്നായിട്ട് ലോക്കിട്ട് തന്നെ ത്രെഡിനുള്ളിലൂടെ നീഡിൽ കയറ്റിക്കൊടുത്ത് നന്നായിട്ട് നമ്മൾ ലോക്കിട്ട് ഇതെടുക്കുകയാണ് ചെയ്യേണ്ടത്. ഈ ഒരു മെത്തേഡിൽ തന്നെയാണ് അടുത്ത പീസസ് നമ്മൾ എടുക്കേണ്ടത്. നമ്മളുടെ കോൺട്രാസ്റ്റ് കളർ വെച്ച് ചുരിദാറിൻ്റെയൊക്കെ ഡബിൾ കളർ, ടോപ്പിൻ്റെയൊക്കെ ഡബിൾ കളർ വെച്ച് നമുക്കിത് ചെയ്തെടുക്കാവേ. പാൻസിൻ്റെയും അതുപോലെ തന്നെ ടോപ്പിൻ്റെയും. ഈ ഒരു ഭാഗവും നമ്മൾ ഇതുപോലെ തന്നെ ഇങ്ങനെ ചുരുക്കിട്ട് എങ്ങനെയാണോ മറ്റേതെടുത്ത് അതുപോലെ തന്നെയാണ് ഇതും നമ്മൾ എടുക്കേണ്ടത്. എന്നിട്ട് അവിടവും നമ്മൾ ഇതുപോലെ കെട്ടിട്ട് നല്ല നീറ്റാക്കി കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. അപ്പം നമ്മൾ ഈ കെട്ടിട്ട് കൊടുക്കുമ്പോൾ 1 or 2 പ്രാവശ്യം കെട്ടിട്ട് കൊടുത്തോണേ, അത് അഴിഞ്ഞു പോകരുത്. ആ രീതിയിൽ നല്ല നീറ്റാക്കി ഇങ്ങനെ നമ്മൾ എടുക്കുകയാണ് ചെയ്യേണ്ടത്. ഇപ്പം നമ്മൾ ഈ 2 പീസസും ഇങ്ങനെ എടുത്ത് കൈകൊണ്ട് നല്ല നീറ്റാക്കി നമ്മളൊന്ന് വൃത്തിയാക്കി കൊടുക്കേണ്ടത് കൈകൊണ്ടാണ്. എന്നിട്ട് ഇതിനെ രണ്ടിനെയും കൂടി ഇങ്ങനെ നമ്മൾ വെച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെ ചെയ്തതിന് ശേഷം ഇതുപോലെ നമുക്കിപ്പം ലഭിക്കും. നമ്മൾ ഈ സ്റ്റിച്ച് ഇട്ട ഭാഗമുണ്ടല്ലോ, സ്റ്റിച്ച് വന്ന ഭാഗം തന്നെ ഇവിടെ വരണം. എന്നിട്ട് ഈ ഒരു സ്ട്രിപ്പ് എടുത്തതിന് ശേഷം ആ സ്ട്രിപ്പ് ഇങ്ങനെ നമ്മൾ വെച്ച് കൊടുത്ത് നമ്മൾ കൈത്തയ്യൽ വേണമെങ്കിലും തയ്ച്ച് കൊടുക്കാം, അല്ലെങ്കിൽ മെഷീനിൽ സ്റ്റിച്ച് ചെയ്തെടുക്കാം. മെഷീനെ സ്റ്റിച്ച് ചെയ്തെടുക്കുമ്പോൾ അകത്തിരിക്കുന്ന ക്ലോത്തേലൊന്നും വീഴരുത്, ആ രീതിയിൽ സ്റ്റിച്ച് ചെയ്ത് എടുക്കണേ. നമ്മളിപ്പോൾ സ്റ്റിച്ച് ചെയ്തെടുത്തിരിക്കുകയാണ്. എന്നിട്ട് ബാലൻസ് കട്ട് ചെയ്ത് ഇതിങ്ങനെ ഉള്ളിലേക്ക് തിരിച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇതൊരു അല്പം പ്രയാസമുള്ള കാര്യമാണ്. നല്ല ടൈറ്റ് ആയതുകൊണ്ട് ശകലം സമയമെടുത്ത് ചെയ്തെടുക്കണം. ഇപ്പം നല്ല നീറ്റായിട്ടുള്ളൊരു സ്കഞ്ചീസ് ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യണേ.